വെൽക്കം ടു LDC എജു വേൾഡ്. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റായ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. കുറച്ച് കാലമായിട്ട് വീഡിയോ ഒക്കെ കുറവായിരുന്നു. ഇനി മുതൽ നമുക്ക് മാറിയ പാഠഭാഗങ്ങളും ബാലൻസുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് വീഡിയോസൊക്കെ വരുന്നതാണ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാറിയ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം തന്നെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിലുള്ള കുറച്ച് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്, നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് എല്ലാവർക്കും തുല്യ അവകാശങ്ങളും നീതിയൊക്കെ ലഭ്യമാകുന്ന ഒരു ഇന്ത്യ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ഭരണഘടന ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഇന്ത്യക്ക് ഉണ്ടാവേണ്ടത് എന്നു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അഭിപ്രായപ്പെടുന്നത്. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങളാണ് ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്. പരമാധികാരം ഉണ്ടായിരിക്കണം, അതുപോലെ തുല്യത, സാഹോദര്യം, ലിംഗനീതി, സമത്വം, ഇതൊക്കെ വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ആദ്യത്തെ ഒരു ബഹുജന സമരം എന്നുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായിട്ടുണ്ട്. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ കൂടി രൂപപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ഇതിന് ചില ഉദാഹരണങ്ങൾ കൂടിയാണ്. മതസൗഹാർദ്ദത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ദേശീയബോധം വളർത്തുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അങ്ങനെയുള്ള ചില സംഘടനകളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വരുന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിത സ്വഭാവം കൈവരികയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവായിരുന്നു ഈ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നമ്മൾ പറഞ്ഞു, ചില പ്രാദേശിക സംഘടനകൾക്കുപരിയായിട്ട് ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വരുന്നത് 1885 INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതാണ് ആ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിത സ്വഭാവം കൈവരികയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം വളർത്തിയെടുക്കാനുമായിട്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പിക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. വിദേശബന്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം. സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പിക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും
മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചത്. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെ ചിത്രം കൊടുത്തത് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യങ്ങൾ നൽകണം, സാമൂഹ്യ നീതികൾ ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം എന്നിവയൊക്കെ എന്തായിരുന്നു? പ്രധാന ആവശ്യങ്ങളായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തെ ഈ കാഴ്ചപ്പാടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ മുൻഗാമി 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നതാകട്ടെ 1950 ജനുവരി 26 സ്വാതന്ത്ര്യം നേടി 2 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? നമുക്ക് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15 എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അതുവരെ നമ്മൾ പാലിച്ചത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറുന്നവരുടെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഓഗസ്റ്റ് 15 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടന ആ സമയത്ത് നിലവിലില്ല. അതുവരെ ബ്രിട്ടീഷുകാരുടെ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ റിപ്പബ്ലിക്കായി മാറുന്നത് വരെ ഫോളോ ചെയ്തത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥയും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ സവിശേഷതകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. അതുപോലെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉൾപ്പെട്ടിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയവും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലുണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും അനുവദിച്ചിരുന്നു. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായ ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത്. 1946 അധികാര കൈമാറ്റം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ ഒരു പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടൊരു നിയമസംഹിത വേണമെന്നുള്ളത്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സവിശേഷതകൾ നോക്കാം. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നു 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കുന്നു 1949 നവംബർ 26 ഭരണഘടനയെ അംഗീകരിക്കുന്നത് ഒപ്പുവെക്കുന്നത് 49 നവംബർ 26 നിലവിൽ വരുന്നു 1950 ജനുവരി 26 അന്ന് ഇന്ത്യ എന്തായി മാറുന്നു? റിപ്പബ്ലിക്കായി മാറുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കറെ തിരഞ്ഞെടുക്കുന്നു. ഭരണഘടന തയ്യാറാക്കാനെടുത്ത കാലയളവാണ് 2 വർഷവും 11 മാസവും 17 ദിവസവും വേണ്ടി വന്നു. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഇന്ത്യയുടെ ഭരണഘടന പൂർത്തീകരിച്ചത്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു.
നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന പഠന വിഷയമാക്കിയതിന് ശേഷമാണ് നല്ലത് ആശയങ്ങൾ നമ്മൾ ചില രാജ്യത്തുനിന്ന് സ്വീകരിക്കുകയും കുറ്റമറ്റമായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അതിനാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതാണ് ജനങ്ങളുടെ പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അവകാശങ്ങളാണ്. എന്നാൽ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് മൗലിക കടമകൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് എന്തല്ല, അതീതരല്ലെന്നാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ എന്താണ്, വിധേയരാണ്. ആരും നിയമത്തിന് എന്തല്ല, അതീതരല്ല എന്നാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഇതാണ് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ച് നൽകിയിരിക്കുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. രാജ്യത്ത് ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ എന്നതാണ് ഏക പൗരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ശരിയോ തെറ്റോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടന വ്യവസ്ഥകൾക്കനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ഭരണഘടന എന്താണ്, രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുള്ളൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ട് നൽകുന്നുണ്ട്. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് എന്തിനുള്ളത്, ഭരണഘടനയ്ക്ക് ഉള്ളത്. മുകളിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്കനുസൃതമായി നിയമിക്കപ്പെട്ടവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം,
പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇവയൊക്കെ എന്താണ്? ഭരണഘടനയ്ക്ക് അനുസൃതമായി നിയമിക്കപ്പെട്ട നിയമങ്ങളാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് 2012 എന്നാണ് അവ അറിയപ്പെടുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. അതിന് ലിംഗവ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് പോക്സോ നിയമപ്രകാരം നിയമം പരിഗണിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനങ്ങൾ, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരമാണ് ഒരു നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുള്ളത്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ. നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റെന്തെല്ലാം ധർമ്മങ്ങളുണ്ടെന്നുള്ളത് നോക്കാം. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, എന്നാൽ അതിൻ്റെ പരിമിതികളും വ്യക്തമാക്കുന്നു ഭരണഘടനയിൽ. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ടാണ് ഭരണഘടന നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഭരണഘടന മാറ്റിയും തിരുത്തിയും മുന്നോട്ട് നോക്കാം. ഭരണഘടനയിൽ വന്നിട്ടുള്ള പ്രധാന തിരുത്തലുകളും മാറ്റങ്ങളും നോക്കാം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. 1951 ഒന്നാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം 9 ആക്കി മാറ്റുകയാണ്. ഒന്നാം ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 ആയി. നിലവിൽ വരുന്ന സമയത്ത് 8 പട്ടികകളായിരുന്നു. പിന്നീട് 1976 42-ാം ഭേദഗതിയിലൂടെ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർക്കുകയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി കൂടിയാണ് 42. 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി. 1992 73, 74 ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വരികയാണ്. 73 പഞ്ചായത്ത് രാജ് നിയമവും 74 നഗരപാലിക നിയമവും നിലവിൽ വരുന്നു 1992. ഭേദഗതി 86 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 86-ാം ഭേദഗതിയിലൂടെ 2002
വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. ഭേദഗതി 101 2016 ചരക്കു സേവന നികുതിയായ GST കൂട്ടിച്ചേർക്കുകയാണ്. ഭേദഗതി 101 2016 നിലവിൽ വരുന്നത്. ചരക്ക് സേവന നികുതിയാണ്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചില മാറ്റങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. 368 വകുപ്പിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണെന്ന് പരാമർശിക്കുന്നത്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകൾ മാറ്റാനായിട്ട് പറ്റുന്നതല്ല. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എളനീർ മഠത്തിലെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തരുതെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ആഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം പരാമർശിക്കുന്നത്. 2002 86 ഭേദഗതി പ്രകാരം 21A വകുപ്പിലാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നിട്ടുള്ളത്. 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും എന്തായിരിക്കണം? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകിയിരിക്കണം. ചെറുഭരണഘടന. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിച്ചേർത്തത്. ഭരണഘടനയിലെ വേറെ ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ചില വാർത്താ കുറിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കാം. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവാം. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ചിലത് എന്തിൽ മാത്രമായി ഒതുങ്ങുന്നത്? കടലാസിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത്. വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായിട്ടുമാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് നിലകൊള്ളാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ.